ട്രിപ്പിൻ സ്പോട്ടിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു വ്ളോഗാണ് അത്. നമ്മളുടെ ഈ വർഷത്തെ അവസാനത്തെയും നല്ലൊരു പുതുവർഷത്തിൻ്റെ ആരംഭത്തോടു കൂടി തന്നെ ഒരു ക്രിസ്മസ് വ്ളോഗോട് കൂടി തന്നെ തുടങ്ങാമെന്ന് കരുതി. നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ഇത്ര മനോഹരമായിട്ട് അതിഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് അൾത്താര ഒരുക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ച് ലാഡോസരായിയാണ്. ഇക്കൊല്ലത്തെ ക്രിസ്മസ് ദിനത്തിലെ പ്രധാന കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ ഡൽഹി അതിരൂപതയുടെ പിതാവായ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവാണ്. പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും അതോടുകൂടിയ ക്രിസ്മസ് റാസയും എല്ലാം കൂടിയായപ്പോൾ ഒരു വിശുദ്ധമായ ദിനം തന്നെയായിരുന്നു ഇക്കൊല്ലത്തെ ക്രിസ്മസ്. ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഇക്കൊല്ലം ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പുൽക്കൂട് തന്നെയാണ്. ഏറ്റവും വലുപ്പത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയോടു കൂടിയായിരുന്നു ഇക്കൊല്ലത്തെ പുൽക്കൂട് നിർമ്മിച്ചിരുന്നത്. 2-3 ആഴ്ച സമയമെടുത്ത് നല്ലതുപോലെ കഷ്ടപ്പെട്ടാണ് ഇക്കൊല്ലത്തെ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹിയിലെ തന്നെ പള്ളികളിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും മനോഹരമായതും ഏറ്റവും വലിയതും ആയിട്ടുള്ള ഒരു പുൽക്കൂട് തന്നെയായിരിക്കണം ലാഡോസരായി ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഇക്കൊല്ലം കാണാൻ കഴിഞ്ഞത്. ഒരുപാട് പേരുടെ പരിശ്രമവും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്. അത്രയ്ക്കും കണ്ണിന് കുളിർമയേകുന്നതും ഭംഗിയേകുന്നതുമായിരുന്നു ഓരോ അറേഞ്ച്മെൻറ്റ്സുകളും ഓരോ സെറ്റപ്പുകളും. ഒരുപക്ഷെ ഇത്രയും ഭംഗിയിൽ നമുക്ക് എവിടെയും ഇങ്ങനെയൊരു പുൽക്കൂട് കാണാൻ സാധിച്ചു എന്ന് വരില്ല. നേരിട്ട് കാണാൻ അത്രയ്ക്കും ഭംഗിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇടവക അംഗങ്ങളും വിശ്വാസികളും ഉള്ള ഒരു ഡൽഹിയിലെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാണ് ലാഡോസരായി ലിറ്റിൽ ഫ്ലവർ ചർച്ച്. നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് രാത്രി 12 മണിക്ക് നമ്മൾ പാതിര കുർബാന എന്ന് പറയും. അതേ സമയത്ത് നമ്മൾ ഡൽഹിയിൽ നമുക്ക് ഈ ഒരു സമയത്ത് തണുപ്പ് സമയമായതിനാലും എല്ലാവർക്കും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 24-ാം തീയതി വൈകിട്ടായിരുന്നു നമ്മളുടെ ക്രിസ്മസ് കുർബാനയും റാസയും പിറവിയും എല്ലാം. അതുകൊണ്ട് തന്നെ നല്ലൊരു ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികൾക്കും അവരവരുടെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ വേണ്ടി ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ആ നല്ലൊരു ദിവസത്തിലെ ക്രിസ്മസ് കുർബാന കൂടാൻ വേണ്ടി ഒരുപാട് ആളുകളായിരുന്നു ഇന്ന് നമ്മുടെ ചർച്ചിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ചരിത്രത്തിലൊക്കെ കേട്ടതുപോലെ തന്നെ ഇത്രയും വലിയൊരു കൊട്ടാരത്തിൻ്റെ ഒരു മൂലയിൽ ഒരു ഗോശാലയിൽ അല്ലെങ്കിൽ ഒരു പശു തൊഴുത്തിൽ നമ്മുടെ ഉണ്ണിയേശു പിറന്നതിൻ്റെ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു പുൽക്കൂട് നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടിയ ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ഭംഗിയിലായിരുന്നു നമ്മളുടെ പുൽക്കൂട് നിർമ്മിച്ചിരുന്നത്. നമ്മൾ സാധാരണ കാണാറുള്ള പുൽക്കൂടുകളിൽ ചെറിയ ഉണ്ണിയേശുവും മാതാവും ഔസേപ്പും മാലാഖമാരും അതുപോലെ തന്നെ രാജാക്കന്മാരെയും ഒക്കെയാണ് കാണുന്നത്. എങ്കിൽ നമ്മുടെ ഈ കൊല്ലത്തെ ലാഡോസരായി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ പുൽക്കൂടിനുള്ളിലെ ഉണ്ണിയേശുവും മാതാവും ഔസേപ്പിതാവും മാലാഖമാരുമെല്ലാം നല്ല വലുപ്പത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. അത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മുടെ പുൽക്കൂട് പോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്ന് നമ്മുടെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ട്രീയാണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും വലുപ്പത്തിലും ഏറ്റവും മനോഹരമായിട്ടുമായിരുന്നു നമ്മുടെ ചർച്ചിലെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തിരുന്നത്. നമ്മുടെ ചർച്ചിലുള്ള ഒരുപാട് വിശ്വാസികളുടെ കുറേ ദിവസത്തെ പരിശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂട്ടിലും നമ്മൾ കണ്ടത്.
അത്രയ്ക്കും തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇടവക വിശ്വാസികൾ. ഇത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കാൻ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവരിത് ചെയ്തതും അവർക്ക് ഇത് ചെയ്യാൻ സാധിച്ചതും. നമ്മൾ ക്രിസ്മസ് മാസത്തിൽ, ക്രിസ്മസ് ദിനങ്ങളിൽ, ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടും ഉണ്ടാക്കുന്ന ട്രീകളുമാണ്. എല്ലാ വീടുകളിലും തന്നെ നമ്മൾ സ്റ്റാർ തൂക്കുകയും അതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും പുൽക്കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്രയും മനോഹരമായി ഭംഗിയിൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കണ്ണിന് ഒരു സന്തോഷവും കുളിർമയും കിട്ടാറുണ്ട്. മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ഇക്കൊല്ലം നമ്മുടെ വിശ്വാസികൾ നിർമ്മിച്ച സ്റ്റാർ മത്സരമായിരുന്നു. 7 കൂട്ടായ്മകളിലായിട്ട്, അതായത് 7 വാർഡിലുള്ള വിശ്വാസികൾ ഒത്തൊരുമിച്ച് തയ്യാറാക്കിയ മനോഹരങ്ങളായ 7 നക്ഷത്രങ്ങളായിരുന്നു നമ്മൾക്ക് പള്ളിയിൽ കാണാൻ സാധിച്ചത്. മഴവില്ലിൻ്റെ 7 നിറങ്ങൾ പോലെ 7 രീതിയിലും 7 വർണ്ണത്തിലും മനോഹരമായിട്ടായിരുന്നു 7 ടീം അംഗങ്ങളും സ്റ്റാറുകൾ നിർമ്മിച്ചിരുന്നത്. നമ്മുടെ സ്റ്റാർ കോമ്പറ്റീഷൻ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സ്റ്റാറായിരുന്നു ഇത്. അതിമനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ, നല്ല കഴിവോടുകൂടി തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റാറായിരുന്നു അത്. അതുമാത്രമല്ല, ഉണ്ടാക്കിയിരുന്ന 7 സ്റ്റാറുകളും അതിമനോഹരമായിരുന്നു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മുടെ വിശ്വാസികളുടെ ഒത്തൊരുമയും ഉണ്ണിയേശുവിനെ വരവേൽക്കാനുള്ള ഈ അതിമനോഹരമായ വരവേൽപ്പും എല്ലാം കൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ നമ്മുടെ ക്രിസ്മസ് അതിമനോഹരമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ ക്രിസ്മസ് ദിനം എത്തുമ്പോഴും ആ ക്രിസ്മസ് ദിനം കഴിയുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ അടുത്തതായിട്ട് കാത്തിരിക്കുന്നത് പുതിയ ഒരു വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ഒരു കൊല്ലം നമ്മൾക്ക് എന്തെല്ലാം സാധിച്ചോ, എന്തെല്ലാം സാധിക്കാതെ പോയോ എന്നതിലല്ല, വരുന്ന കൊല്ലം നല്ലൊരു വർഷമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, നമ്മൾക്ക് സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നല്ലൊരു പുതുവർഷ ആശംസകൾ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.